മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച സമൻസിന്റെ പകർപ്പ് പുറത്ത് 2023 വിവേക് കിരണ് ഇഡി സമൻസ് അയച്ചത്. 2023 ഫെബ്രുവരി 14 ഇഡി കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു സമൻസ്. എന്നാൽ വിവേക് കിരൺ ഹാജരായിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സമൻസ് എന്നാണ് സൂചന. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, എന്തിനായിരുന്നു സമൻസ് എന്നാണ് അറിയുന്നത്? എന്തുകൊണ്ട് പിന്നീട് അത് ഇല്ലാതായി പോയി? 2 വർഷത്തിന് ശേഷം ഇപ്പോൾ അതെങ്ങനെ പുറത്തു വന്നു? 2023 ഫെബ്രുവരി 14 ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു പിണറായിയുടെ മകൻ വിവേകിന് സമൻസ് അയച്ചത്. ഇഡി സമൻസ് അയച്ചതാവട്ടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ വിലാസത്തിലാണ്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇഡി അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് സമൻസ് അയച്ചതെന്നാണ് സൂചന. എന്തായാലും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 50-ാം വകുപ്പിലെ 2-3 ഉപവകുപ്പുകൾ പ്രകാരമാണ് വിവേകിന് സമൻസ് അയച്ചത്. സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്ത് വകകളുടെ വിവരങ്ങൾ ഹാജരാക്കണമെന്നും സമൻസിൽ നിർദ്ദേശമുണ്ടായിരുന്നു. വിവേകിനോട് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട അതേ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ എം ശിവശങ്കറിനെ ഇഡി അറസ്റ്റ് ചെയ്തത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിന് മുൻപ് 3 ദിവസം തുടർച്ചയായി ശിവശങ്കറിനെ ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ദിവസം വിവേക് എന്തായാലും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. മാത്രമല്ല, ഹാജരാകാതിരുന്ന വിവേകിനെതിരെ പിന്നീട് ഇഡി എന്ത് തുടർ നടപടികൾ സ്വീകരിച്ചു എന്നതിലും ഒരു വ്യക്തതയുമില്ല. എന്തായാലും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് ഇഡിയും പിണറായി വിജയനുമാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആവശ്യം. ശരി സുനിൽ, തുടരാമോ? മുഖ്യമന്ത്രിയുടെ മകന് ഇഡി സമൻസ് അയച്ചതിന്റെ പകർപ്പ് പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ കോൺഗ്രസ് നോട്ടീസ് ലഭിച്ചിട്ടും CPM ഒന്നും പറയാതെ പൂഴ്ത്തിവെച്ചെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. പ്രതിപക്ഷ നേതാക്കൾക്ക് കത്തയച്ചാൽ ലോകം മുഴുവൻ അറിയും. മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചത് കേരളത്തിലെ ഒരു കുട്ടി പോലും അറിഞ്ഞില്ല. കേസിന്റെ തുടർ നടപടികളിൽ ഇഡി മറുപടി പറയണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതായിട്ട് കാണുന്നത്. ഇതിപ്പോൾ 2025 നമ്മൾ നിൽക്കുന്നത്. കേരളത്തിലെ ഒരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിനോ ഒരു നോട്ടീസ് അയച്ചാൽ ഇഡി തന്നെ അത് പത്രപരസ്യം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും. ഈ നോട്ടീസ് വന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ CPM-ഓ മുഖ്യമന്ത്രിയോ ഗവൺമെന്റോ ഇങ്ങനെ ഞങ്ങളെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു? നോട്ടീസ് അയച്ചിരിക്കുകയാണ്, ഈ നോട്ടീസിനെതിരെ നിയമപരമായി പോരാടും എന്തുകൊണ്ട് പറഞ്ഞ് അവർ മുന്നോട്ട് വന്നില്ല. ഇഡി ചെയ്തതുപോലെ തന്നെ ഇത് രഹസ്യമായി വെക്കണമെന്ന് CPM-ന് നിർബന്ധമുണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം ഉണ്ടാകണ്ടേ? മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചിട്ട് പിന്നൊന്നും ഉണ്ടായില്ല, ആവിയായി പോയി. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും അതോടൊപ്പം തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അഴിമതിയും ആവിയായി പോകാനുള്ള കാരണം എന്താണ്? അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു, CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ ആവിയായത്. വളരെ സത്യമായില്ലേ? 2023 ഇഡി നോട്ടീസ് അയക്കുന്നു. പിന്നെന്തുണ്ടായി? ആ നോട്ടീസ് കിട്ടിയ ആൾ ഹാജരായില്ല. പിന്നെന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. അവിടെയാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള രാഷ്ട്രീയ ബാന്ധവം വ്യക്തമാകുന്നത്. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ ഐസക്, ഇപ്പൊ ചെന്നിത്തല പറഞ്ഞതുപോലെ ആ സമയം മുതൽ തന്നെ ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്ന സമയത്ത് പോലും ഈ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നതാണ്. ആ ആരോപണങ്ങൾ ശരിവെക്കുന്നത് കൂടിയാണ്. BJP CPM ബാന്ധവം എന്നതിനപ്പുറം ഇഡി ഏതൊക്കെ തരത്തിൽ കേരളത്തിൽ നീങ്ങി അതിനെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത് എന്നതുൾപ്പെടെയാണ് ഇപ്പോൾ ഈ സമൻസ് മുങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞിരുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതല്ലേ ഇപ്പോഴത്തെ സംഭവങ്ങൾ? 2018 പ്രളയബാധിതർക്കായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ പദ്ധതിയുടെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി ഇടപാടുകൾ നടന്നുവെന്നായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ. അതായത് ഏതാണ്ട് 4.40 കോടി രൂപ ഇത്തരത്തിൽ കൈക്കൂലിയായി നൽകി എന്നാണ് ഇത്തരത്തിൽ ആരോപണമുണ്ടായത്. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശിവശങ്കരൻ, സന്തോഷ് ഈപ്പൻ എന്നിവർക്ക് പുറമെ സ്വപ്ന സുരേഷ്, PS സരിത്ത്, സന്ദീപ് നായർ തുടങ്ങിയവർക്കും ക്രമക്കേടിൽ പങ്കുകൂടതായി ഇഡി കണ്ടെത്തിയിരുന്നു.